യോസഫേ 10 വർഷം കൂടെ കാരാഗൃഹത്തിനകത്തിരുന്ന് അപ്പക്കാരനും പാനപാത്രവാഹനും കൂടെ ഇരിക്കുമ്പോ നമ്മൾ ഒരു വീട്ടില് ഒരുമിച്ച് 1 കൊല്ലം ഒരു വ്യക്തിയുടെ കൂടെ താമസിച്ചാൽ മറക്കില്ലല്ലോ. 10 കൊല്ലം ഒരേ റൂമിനകത്ത് രാവിലെ എഴുന്നേറ്റ കാണുന്നത്, കിടക്കുമ്പോൾ കാണുമ്പോൾ, ഞെട്ടി എഴുന്നേറ്റെല്ലാം കാണുന്നത്, ആഹാരം കഴിക്കുമ്പോൾ കാണുന്നത് എല്ലാം ഈ മുഖം മാത്രമാണ്. യോസഫ് കാണുന്നത് പാനപാത്രവാഹകൻ കാണുന്നത് യോസഫിനെ, അപ്പക്കാരൻ കാണുന്നത് യോസഫിനെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇതല്ലാതെ വേറെ ആരും കാണുന്ന വൃത്തിയില്ല. പക്ഷേ ഇവർ പുറത്തിറങ്ങിയപ്പോൾ യോസഫിനെ മറന്നുപോയി. ഇത് സ്വാഭാവിക മറവിയല്ല. ഞാൻ അതിന് കൊടുക്കുന്ന വേർഡ് സൂപ്പർ നാച്ചുറൽ ഫോർഗെറ്റ്ഫുൾനെസ്. ദൈവികമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള മറവി. എന്നാലും അവൻ മറന്നെന്നല്ല, ദൈവം അവനെ മറച്ചതാണ്. അവൻ മറന്നില്ലായിരുന്നെങ്കിൽ അടുത്ത തലമുറ പറഞ്ഞേനെ, അപ്പക്കാരന്റെയും പാനപാത്രവാഹകന്റെയും സ്വപ്നത്തെ വ്യാഖ്യാനിച്ചവൻ ഇതാ ചായ കുടിക്കുന്ന അവിടെ നിന്ന്. ഏതോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്നം വ്യാഖ്യാനിക്കാനല്ലടാ നിന്റെ വിളി. നീ തൊട്ടാൽ രാജാവിന് നാടറിഞ്ഞ്, സ്വർഗമാരോടവനെ നാടറിഞ്ഞ്, നീ തല താഴ്ത്തിയ സ്ഥലത്ത്, വേദനിച്ച സ്ഥലത്ത് നാടറിഞ്ഞ് നിന്നെ മാനിക്കാൻ സ്വർഗം വിശ്വസ്തനാണ്.